ഓഡിബിൾ ആണല്ലോ. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, ഇതിനകത്ത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഏതാണ്? മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ഏതാണ്? തന്നിരിക്കുന്നതിൽ മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ഏതാണ് വരുന്നത്? ഏതാ വരുന്നത്? മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ഏതായിരിക്കും വരുന്നത്? മോസ്റ്റ് മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? സീസിയം ആയിരിക്കും കേട്ടോ. കാരണം സീസിയത്തിന് ഔട്ടർ മോസ്റ്റ് ഒരു ഇലക്ട്രോണ് ഔട്ടർ മോസ്റ്റ് ആയിട്ട് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ എല്ലാം തന്നെ താഴോട്ട് പോകുന്നതോറും തന്നെ സീസിയത്തിന്റെ സൈസ് കൂടി വരും. സൈസ് കൂടി വരുമ്പോഴത്തേന് ഔട്ടർ മോസ്റ്റ് ലെയറിൽ എങ്ങനെ ആയിരിക്കും? ലൂസ്ലി ഹെൽഡ് ആയിട്ടായിരിക്കും വെക്കുന്നത്. അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലും ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നായിരിക്കും, അതിനെ വിട്ടുകൊടുത്തിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ റിയാക്ടിവിറ്റി ആയിരിക്കും സീസിയത്തിന് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏതായിരിക്കും വരുന്നത്? ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏതായിരിക്കും വരുന്നത്? കാൽസ്യം, സിങ്ക് ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതിൽ ഏതായിരിക്കും റിയാക്റ്റീവ് ആയിട്ടുള്ളത്? ഇതില് മോസ്റ്റ് റിയാക്റ്റീവ് ഏതായിരിക്കും? കോപ്പർ ആണോ, കാൽസ്യം ആണോ, അതോ അയൺ വരുമോ? അയൺ ഉണ്ട്. ദെൻ അതേപോലെ തന്നെ ഏതാണ്? സിങ്ക് ഉണ്ട്. പീരിയോഡിക് ടേബിളില് അതിന്റെ പൊസിഷൻ നോക്കിയാൽ മതി. പൊസിഷൻ നോക്കിയാൽ മതി. ഇവിടെ പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? റിയാക്ടിവിറ്റി പറയുവാണെങ്കിൽ ആദ്യം കാൽസ്യം ആയിരിക്കും കേട്ടോ. കാൽസ്യം വരും. ദെൻ കാൽസ്യം, സിങ്ക്, അയണ്, കോപ്പർ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അയണ്, കോപ്പർ. ഈ തന്നിരിക്കുന്നതിലെ ഏറ്റവും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളത് കാൽസ്യം ആണ് വരുന്നത്. ഹൈലി റിയാക്റ്റീവ് കാൽസ്യമാണ് വരുന്നത്. അയൺ മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാ? മെൽറ്റിംഗ് പോയിന്റ് അയണിന്റെ എത്ര വരുന്നത്? 1538 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. 1538 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ചിലതിൻ്റെയൊക്കെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ ചോദിക്കാറുണ്ട്. അതിനകത്ത് അയണിന്റെ ഇമ്പോർട്ടൻ്റാ. ബോയിലിംഗ് പോയിന്റ് അയണിന്റെ എത്ര വരുന്നത്? അയണിന്റെ ബോയിലിംഗ് പോയിന്റ് എത്ര വരുന്നത്? ഇത് അറിഞ്ഞു വെക്കുക കേട്ടോ. ബോയിലിംഗ് പോയിന്റ് അയണിന്റെ എത്ര വരുന്നത്? അയണിന്റെ ബോയിലിംഗ് പോയിന്റ് 2861 ഡിഗ്രി സെൽഷ്യസ് ആ വരുന്നത്. മെൽറ്റിംഗ് ടെമ്പറേച്ചർ 1538 ഡിഗ്രി സെൽഷ്യസും ബോയിലിംഗ് പോയിന്റ് 2861 കേട്ടോ വരുന്നത്. ദെൻ അടുത്തത്, ഓക്കെ, വാട്ടർ ഹീറ്റേഴ്സിൽ കോയിൽസ് മേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? വാട്ടർ ഹീറ്റേഴ്സിൽ കോയിൽസ് മേക്ക് ചെയ്യാനായിട്ട് ഏത് വെച്ചിട്ടാ മേഡ് ചെയ്യുന്നത്? വിച്ച് എലമെന്റ്, ഏത് എലമെന്റ് യൂസ് ചെയ്തിട്ടാണ് വാട്ടർ ഹീറ്ററിൽ കോയിൽസ് കൂടുതൽ ഉപയോഗിക്കുന്ന? ഏതാണ്? നിക്രോം വെച്ചിട്ടാണ് കേട്ടോ.
നിക്രോം വെച്ചിട്ടാണ് വരുന്നത്. നിക്രോം എന്ന് പറയുന്നത് നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും കൂടെ ഒരു അലോയി ആണ് വരുന്നത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിന് ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്, ദെൻ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിഡേഷൻ റിയാക്ഷൻ എല്ലാം തന്നെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് നിക്രോം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അലോയി ആണ് വരുന്നത്. ഈ ഹൈ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്നായിരിക്കും, അതിനകത്ത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഹൈ ഡീഫോർമേഷൻ ഒന്നും സംഭവിക്കാതെ ഹൈ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും. അതേപോലെ ഇതിനെ ആദ്യമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേന് ക്രോമിയം ഓക്സൈഡിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യും. അതെന്നെ എടുക്കും, കൊറോഷനിൽ നിന്ന് ഇതിനെ സഹായിക്കും. ഈ വാട്ടർ ഹീറ്റേഴ്സ്, ദെൻ ടോസ്റ്റർ ഇല്ലേ, ബ്രെഡ് ടോസ്റ്റർ, അങ്ങനെയുള്ള ടോസ്റ്റേഴ്സ്, ഹെയർ ഡ്രയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതിലെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് ഏതാണ്, ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നിക്രോമാണ്. നിക്രോം എന്ന് പറയുന്നത് അലോയി ആണ് വരുന്നത്. ഏകദേശം 80% നിക്കലും 20% ക്രോമിയവും കൂടെ വരുന്നതാണ്. ഹയർ ഡെൻസിറ്റി ഏതാ ഇതിനകത്ത്? ഹയർ ഡെൻസിറ്റി ഏതാ? മെർക്കുറി, ഓസ്മിയം, ദെൻ സിങ്ക്, നിക്കൽ. ഇതിനകത്ത് ഹൈ ഇത് വരുന്നത് ഏതിനാണ്? നിക്കൽ. ഏതിനാ വരുന്നത്? ഇതിനകത്ത് ഏതിനാ വരുന്നത്? നിക്കലാ ലാസ്റ്റ് വരുന്നത്. നിക്കലിന് ഞാൻ പറഞ്ഞതല്ല. ഹൈ ഡെൻസിറ്റി ഏതിനായിരിക്കും വരുന്നത് പിള്ളേരെ? ഹൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ എലമെന്റ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈ ഡെൻസിറ്റി ഓസ്മിയത്തിനാണ് വരുന്നത്. പിന്നെ വരുന്നത് ഏതായിരിക്കും? പിന്നെ മെർക്കുറി വരും, പിന്നെ നിക്കല്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും സിങ്ക് വരുന്നത്. ഓക്കെ, ഇനി ബ്രാസ് ഏതിന്റെ കോമ്പിനേഷനാ വരുന്നത്? ഇതൊക്കെ എളുപ്പമല്ലേ. ബ്രാസ് ഏതാ വരുന്നത്? ബ്രാസ് എന്തിന്റെ അലോയിയാ ചോദിച്ചിട്ടുള്ളതാ. ബ്രാസ് ഈസ് ആൻ അലോയി ഓഫ് എന്തിന്റെയൊക്കെയാ വരുന്നത്? ബ്രാസ് ഏതിന്റെ രണ്ടിനെയും കൂടെ അലോയിയാ വരുന്നത്? സിങ്കും അയണിന്റെയും കൂടെയാണ്. സിങ്ക് അല്ലല്ലോ, കോപ്പറും അയണിന്റെയും കൂടെ. ബ്രാസ് അല്ലേ, കോപ്പറും സിങ്കും കൂടെ ഉള്ളത് കേട്ടോ. കോപ്പറും സിങ്കും കൂടെയുള്ള അലോയിയാണ് ഏതെന്ന് പറയുന്നത്? ബ്രാസ് എന്ന് പറയുന്നത്. ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്നാ? ബ്രാസ് അല്ല, അലോയി എന്ന് പറഞ്ഞാൽ എന്നാ? അലോയി എന്ന് പറഞ്ഞാൽ രണ്ട് എലമെന്റ്സിന്റെ മിക്സ്ചർ ആയിരിക്കും വരുന്നത്. അതിനെയാണ് അലോയി എന്ന് പറയുന്നത്. ഇവിടെ കോപ്പറിന്റെയും സിങ്കിന്റെയും കൂടാണ് വരുന്നത്. സോളിഡ് മിക്സ്ചർ ആണ് കേട്ടോ. രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സിന്റെ ഒരു സോളിഡ് മിക്സ്ചർ ആയിരിക്കാം. അതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ മെറ്റൽ ആണ്. ഇനി അമാൽഗം കേട്ടിട്ടുണ്ടോ? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോയി ആണ്. അതിനകത്ത് ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് എന്നായിരിക്കും? ആ ഏതായിരിക്കും? മെർക്കുറി ആയിരിക്കും വരുന്നത്. എക്സ്പ്ലോഷൻ, കോൾ മൈനില് എക്സ്പ്ലോഷൻ വഴി ലീക്ക് ആവുന്ന ഗ്യാസ് ഏതായിരിക്കും? കോൾ മൈൻസിലെ എക്സ്പ്ലോഷൻ വഴി ലീക്ക് ആകുന്ന ഗ്യാസ് ഏതാ? കോൾ മൈൻസിലെ എക്സ്പ്ലോഷന് കാരണമാകുന്ന ഗ്യാസ്. മീഥേൻ ഗ്യാസ് ആയിരിക്കും അല്ലേ? പ്രൈമറിലി മെയിൻ ആയിട്ട് നടക്കുന്ന ഏത് വെച്ചിട്ടാണ്? മീഥേൻ, CH4 വെച്ചിട്ടാണ്, മീഥേൻ ഗ്യാസ് വെച്ചിട്ടാണ് നടക്കുന്നത്. മീഥേൻ എന്ന് പറയുന്നത് കോളിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇത് എയറുമായിട്ട് ഒരു കൺഫൈൻഡ് ഫേസിൽ എയറുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്നെ എടുക്കും, ഇതിന് സ്പാർക്കിനെ ഇഗ്നൈറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു ഹീറ്റ് സോഴ്സിനെ ഇതാക്കാനായിട്ട് പറ്റും. അങ്ങനെ എക്സ്പ്ലോഷനിലോട്ട് വരുമായിരിക്കും ചെയ്യുന്നത്.
ഇഗ്നൈറ്റ് സോഴ്സ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും കേട്ടോ. ഇഗ്നീഷ്യന് സഹായിക്കുന്ന സോഴ്സ് ആയിട്ട് വരും. ഓക്കെ, കെമിക്കൽ എലമെന്റ് ഓഫ് ഗോൾഡ്. ഗോൾഡിന്റെ കെമിക്കൽ എലമെന്റ് ഏതാ ഇതിനകത്ത് വരുന്നത്? ഗോൾഡിന്റെ കെമിക്കൽ എലമെന്റ് ഏതാ? ആരം. ഗോൾഡിന് എന്നാ നമ്മൾ പറയുന്ന ആരം പറയും അല്ലേ? AuRum ആരമാണ് വരുന്നത്. സോ എലമെന്റിന്റെ സിമ്പൽ ഏതായിരിക്കും? Au ആണ് വരുന്നത്. Mg മാഗ്നീഷ്യം. ഇനി ഇതിനകത്ത് സിൽവറിന്റെ ഏതാ വരുന്നത്? സിൽവറിന്റെ ഏതാ വരുന്നത്? സിൽവറിന്റെ Ag വരും. Hg എന്തിന്റെയാ പറയുന്നത്? Hg എന്തിന്റെയാ വരുന്നത്? Hg എന്തിന്റെയാ വരുന്നത്? മെർക്കുറിയുടെയാണ് Hg പറയുന്നത്. ഇത്ര mm/Hg എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? മെർക്കുറിയുടെയാണ് പറയുന്നത്. റിയാക്ടിവിറ്റി. ഈ എലമെന്റ്സിന്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ. റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ ഏതൊക്കെയാ? 4 വരുന്നത്. അയണ്, സോഡിയം, സിൽവർ, ഗോൾഡ്. നമ്മൾ എടുക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? സോഡിയം ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ദെൻ അയൺ വരും. അത് കഴിഞ്ഞിട്ട് സിൽവർ വരും. പിന്നെ ആയിരിക്കും ഗോൾഡ് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത് സോഡിയം ആണ് കേട്ടോ. ലാസ്റ്റ് ഗോൾഡ് ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. കോപ്പർ സൾഫേറ്റിന്റെ കളർ ഏതാ? കോപ്പർ സൾഫേറ്റിന്റെ കളർ ഏതാ? ബ്ലൂ കളർ അല്ലേ? അതിനെ ബ്ലൂ വിട്രിയോൾ എന്നും പറയാറുണ്ട്. ബ്ലൂ വിട്രിയോൾ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഒരു മെറ്റൽ ആയിട്ടുള്ളത് ഏതാ? മെറ്റൽ ഏതാ? സൾഫർ, അയഡിൻ, അയൺ, കാർബൺ. മെറ്റൽ ഏതാ വരുന്നത്? അയൺ വരും അല്ലേ? അയൺ ആണ് മെറ്റൽ വരുന്നത്. വൂൾഫ്രം എന്ന പേരിൽ അറിയപ്പെടുന്നിരുന്ന മെറ്റൽ ഏതായിരുന്നു? ആദ്യം വൂൾഫ്രം എന്ന് അറിയപ്പെടുന്ന മെറ്റൽ ഏതായിരുന്നു? ഏത് മെറ്റലിനെയാണ് വൂൾഫ്രം എന്ന് പറയുന്നത്? ടങ്സ്റ്റണിനെയാണ് കേട്ടോ. ടങ്സ്റ്റണിനെയാണ് വൂൾഫ്രം എന്ന് പറയുന്നത്. ഒരു ജർമ്മൻ വേർഡ് ആയിട്ടുള്ള കെമിക്കൽ എലമെന്റാണ് വരുന്നത്. ജർമ്മൻ വേർഡ് ആയിട്ടുള്ള വൂൾഫ്രായിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ സിമ്പൽ ഏതാ? ടങ്സ്റ്റണിന്റെ സിമ്പൽ വരുന്നത് W ആണ് വരുന്നത്. W ആണ് വരുന്നത്. ഓക്കെ, ദെൻ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യാത്തത് ഏതാ? നമ്മുടെ കുറെ എലമെന്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും ഏതാ വരുന്നത്? അയൺ യൂസ് ചെയ്യാറുണ്ട് ഇതിന്റെ ബേസ് ആയിട്ട്. പിന്നെ എന്നാ കൊറോഷൻ റെസിസ്റ്റൻസ് ആയിട്ട് ക്രോമിയത്തെ യൂസ് ചെയ്യാറുണ്ട്. ക്രോമിയത്തെ യൂസ് ചെയ്യാറുണ്ട്. then അതേപോലെ തന്നെ കാർബണ് ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. നിക്കലിന് എന്നായിരിക്കും? ഡക്റ്റിലിറ്റി, സ്ട്രെങ്തും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിന് വേണ്ട ഒരു പ്രോപ്പർട്ടി കാണും. അതിന്റെ ഏത് ഡിസൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അനുസരിച്ച് മോളിബ്ഡിനം, ദെൻ മാംഗനീസ്, അയണ് ഇതെല്ലാം തന്നെ യൂസ് ചെയ്യാറുണ്ട്. മോളിബ്ഡിനം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, കൊറോഷനും പിറ്റിങ്ങിനും സെർവിക്സ് കൊറോഷനും ഒക്കെ ആയിട്ട് ഇംപ്രൂവ് അതിനെതിരെയുള്ള റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് മോളിബ്ഡൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. അതെന്നാണ്? കൊറോഷൻ റെസിസ്റ്റൻസിന്റെ എൻഹാൻസ് ചെയ്യാനുള്ള സ്ട്രെങ്തനിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ നൈട്രജൻ അല്ല, മാംഗനീസ് യൂസ് ചെയ്യാറുണ്ട്. മാംഗനീസ് യൂസ് ചെയ്യുന്നതിന് സ്ട്രെങ്ത്, ടഫ്നെസ്, ഹാർഡനബിലിറ്റി,
നൈട്രജനെയൊക്കെ ഡിസോൾവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് വേണ്ടതെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? മാഗ്നീഷ്യം യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യാത്ത ഏതാണ്? സൾഫർ ആണ്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന അയൺ ബേസ് ആയിട്ട് യൂസ് ചെയ്യും, ബേസ് മെറ്റൽ ആയിട്ട് യൂസ് ചെയ്യും. ദെൻ ക്രോമിയം. ക്രോമിയം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ യൂസ് ചെയ്യും, റസ്റ്റിനെയും കൊറോഷനെയും ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട്. ദെൻ കാർബൺ യൂസ് ചെയ്യാറുണ്ട്, ക്രോമിയം യൂസ് ചെയ്യും, നിക്കൽ യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യാത്ത ഏതാണ്? സൾഫർ ആണ് യൂസ് ചെയ്യാത്തത്. അടുത്തത് നോക്കിക്കേ, ടെലനൈറ്റ്. ടെലനൈറ്റ് എന്ന് പറയുന്നത് കൊബാൾട്ടിന്റെ ഏതിന്റെയും കൂടെ കോമ്പിനേഷനാണ് വരുന്നത്? ടാലനൈറ്റ് ഏതിന്റെ കോമ്പിനേഷനാണ് വരുന്നത്? കൊബാൾട്ട് ക്രോമിയം അലോയ് ആണേ. ഹാർഡ്നെസ്സിനും കൊറോഷൻ റെസിസ്റ്റൻസിനും ഭയങ്കര നമ്മുടെ നൈഫില്ലേ, നൈഫ് ബ്ലേഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു. കാരണം എന്നാ? ഹാർഡ്നെസ്സും കൊറോഷൻ റെസിസ്റ്റൻസും ആ മെയിൻ ഇതിന്റെ പ്രോപ്പർട്ടി. അത് കാരണമാണ് കൊബാൾട്ട് ക്രോമിയം അലോയ് ആണ് ടാലനൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഓറഞ്ച് ഗ്ലോ. ഇലക്ട്രിസിറ്റി അതിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഓറഞ്ച് ഗ്ലോ തരുന്ന ഗ്യാസ് ഏതാണ്? ഏത് ഗ്യാസ് ആണ് ഓറഞ്ച് ഗ്ലോ തരുന്നത്? ഇലക്ട്രിസിറ്റി അതിൽ കൂടെ ഈ ഗ്യാസിനകത്തൂടെ കയറി പോകുമ്പോഴത്തേന് ഓറഞ്ച് ഗ്ലോ തരുന്നത് ഏത് ഗ്യാസ് ആണ്? നിയോൺ ഗ്യാസ് ആണ് ഓറഞ്ച് ഗ്ലോ തരുന്നത്. നിയോൺ ഗ്യാസ് ആണ് തരുന്നത്. മെയിൻ ആയിട്ടും എന്നാ? സയൻസ് അതുപോലെ തന്നെ സ്ട്രോങ് ഓറഞ്ച് ഗ്ലോ ഒക്കെ തരാനായിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ് നിയോൺ എന്ന് പറയുന്നത് കേട്ടോ. നിയോൺ സയൻസ് മേക്ക് ചെയ്യാനായിട്ട് ഇതിന്റെ ഒരു സ്മോൾ എമൗണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ദെൻ അടുത്തത് ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഏതാ? ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന മിനറൽ ഏതാ? നാച്ചുറലി ഒക്കെയർ ചെയ്യുന്ന ഇനോർഗാനിക് സോളിഡ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. ഫൂൾസ് ഗോൾഡ്സ് എന്നറിയപ്പെടുന്ന പൈറൈറ്റിനെയാണ്. കാരണം പൈറൈറ്റിനെ കണ്ടാലുണ്ടല്ലോ ഗോൾഡിന്റെ കളർ ആയിരിക്കും വരുന്നത്. ഗോൾഡ് ഉണ്ടല്ലോ, അപ്പൊ സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഫൂൾസ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത്. കണ്ടായിരിക്കും, പക്ഷെ അതിന്റെ പ്രോപ്പർട്ടി ആയിരിക്കുകയില്ല. അത് കണ്ടാല് സ്വർണത്തിന്റെ ഒരു കളറൊക്കെ കാണും. നോബിൾ ഗ്യാസ് അല്ലാത്ത ഏതാ? നോബിൾ ഗ്യാസ് അല്ലാത്തത് ഏതാണ്? നോബിൾ ഗ്യാസ് അല്ലാത്തത് ഏതാ? നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിൽ 18th ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലേ? 18th ഗ്രൂപ്പിൽ വരുന്ന 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇതിനെ എന്നാണ്? ഇതിനൊരു ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്റ്റേബിൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും വരുന്നത്. അപ്പം ഏതാ വരുന്നത്? നോബിൾ ഗ്യാസ് അല്ലാത്തത് ഏതൊക്കെയാ വരുന്നത്? ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ ആണ് ഈ നോബിൾ ഗ്യാസസ് വരുന്നത്. അപ്പൊ അല്ലാത്ത ഏതാണ്? ഹൈഡ്രജൻ ആണ് വരുന്നത്. ഓക്കെ. അപ്പം ഈ നോബിൾ ഗ്യാസസ് തന്നെയല്ലേ ഇതിനെ ഇനർട്ട് ഗ്യാസസ് എന്നും പറയാറുണ്ടല്ലേ? ഒരു സ്റ്റേബിൾ ഒബ്ജക്റ്റ് ഇതിന്റെ പൂർത്തിയായതായിരിക്കും. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൽ 8 ഇലക്ട്രോൺസ് കാണും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കാണും. കോമ്പൗണ്ട് അല്ലാത്തത് ഏതാ? ഇതില് കോമ്പൗണ്ട് അല്ലാത്തത് ഏതാണ്? അയൺ ആണല്ലേ? അയൺ മെറ്റലാ. രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. സോഡിയം ക്ലോറിനും കൂടെ ചേർന്നിട്ടാണ് സോഡിയം ക്ലോറൈഡ് വരുന്നത്. വാട്ടർ ഹൈഡ്രജനും ഓക്സിജനും, കാർബണും ഓക്സിജനും കൂടെ ചേർന്നിട്ടാണ് കാർബൺ മോണോക്സൈഡ് വരുന്നത്. ഇനി അയൺ എന്ന് പറയുന്ന മെറ്റൽ ആണ് വരുന്നത്. പൊള്ളി മെറ്റൽ, ദാറ്റ് ഈസ് ആന്റി ബാക്ടീരിയൽ മെറ്റൽ ഏതാ വരുന്നത്? ആന്റി ബാക്ടീരിയൽ മെറ്റൽ ഏതാണ്? കോപ്പർ ആണ് വരുന്നത്. കോപ്പർ ആണ് കേട്ടോ.
അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഏകദേശം ഒരു 99.9% എന്താണ് മൈക്രോബ്സിനെയും കൊല്ലുമെന്നാണ് പറയുന്നത്. അതേപോലെ സിൽവർ, സിങ്ക്, ടൈറ്റാനിയം ഇതുപോലെയുള്ള മെറ്റൽസും ആന്റി ബാക്ടീരിയൽ മെറ്റീരിയലിലും അലോയ്സിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെൽ നോൺ ആന്റി ബാക്ടീരിയൽ മെറ്റൽ എന്ന് പറയുന്ന ഏതാണ്? കോപ്പറാണ് വരുന്നത്. സ്കാൻഡിയത്തിന് എത്ര ഐസോട്ടോപ്പ് ഉണ്ട് പിള്ളാരെ? സ്കാൻഡിയത്തിന് എത്ര ഐസോട്ടോപ്പ് ഉണ്ട്? ഐസോ ടോപ്പ് എന്ന് പറയുമ്പോൾ എന്നാ വരുന്നത്? സ്കാൻഡിയത്തിന് എത്ര ഐസോട്ടോപ്പാ ഉള്ളത്? ഒരു സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഉണ്ട്, ഒരു സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പും ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? നോക്കുവാണെങ്കിൽ എത്ര ടൈപ്പ് ഐസോട്ടോപ്പ് ആയിരിക്കും കാണുന്നത്? സ്കാൻഡിയത്തിന് ഏകദേശം 13 ടൈപ്പ് ഐസോട്ടോപ്പ് ആയിരിക്കും സ്കാൻഡിയത്തിന് കാണുന്നത്. സ്കാൻഡിയത്തിന് 13 ടൈപ്പ് ഐസോട്ടോപ്പ് ഉണ്ട്, പക്ഷെ നാച്ചുറലി ഒക്വറിങ് ഹാൻഡിയത്തിന് ഒറ്റൊരു സ്റ്റേബിൾ ഐസോട്ടോപ്പേ ഉള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പ് ഉള്ളത് സീസിയത്തിനാണ്. സീസിയത്തിനാണ് ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പ് ഉള്ളത്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്നാ? ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും വരുന്നത്? ഒരേ എലമെന്റ്, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ ആയിരിക്കും. ഒരേ എലമെന്റ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതൊക്കെയാ? 1H1, 1H2, 1H3 ഏതൊക്കെയാ വരുന്നത്? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം അല്ലേ? 3 വരുന്നത്. അതായത് ഒരേ എലമെന്റ്സിന്റെ ആയിരിക്കും, അതിന് ആറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും, മാസ് നമ്പർ സെയിം ആയിരിക്കും വരുന്നത്. അല്ല, ഐസോടോപ്പ് അല്ല. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. ഡിഫറൻ്റ് ആയിരിക്കും വരുന്നത്. ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസസ് ഡിഫറൻ്റ് ആയിരിക്കും വരുന്നത്. അത് തന്നെയല്ലേ മുമ്പേ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഐസോ ബാർ ഉണ്ട്. ഐസോ ബാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഡിഫറൻ്റ് ആറ്റോമിക് നമ്പർ ആയിരിക്കും വരുന്നത്. അതായത് ഐസോ ടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എലമെന്റിന്റെ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഹൈഡ്രജന്റെ തന്നെ 3 പറഞ്ഞത്. അവിടെ എങ്ങനെ ആയിരിക്കും? ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, ഡിഫറെന്റ് മാസസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഐസോ ബാർ എന്ന് പറഞ്ഞാലോ? ഐസോ ബാർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആയിരിക്കും, ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് ഹാവിങ് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷെ സെയിം മാസ് നമ്പർ ആയിരിക്കും വരുന്നത്. അവിടെ ഐസോ ബാർ എന്ന് പറയുമ്പോൾ മാസ് നമ്പർ ആയിരിക്കും വരുന്നത്, ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് ആയിരിക്കും വരുന്നത്. ഇനി സിർക്കോണിയത്തിന്റെ എത്ര വരുന്നത്? സ്കാൻഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയാവോ? 21 ആണ് വരുന്നത്. 21 ആണ് വരുന്നത്. ദെൻ സിർക്കോണിയത്തിന്റെ ആറ്റോമിക് നമ്പർ, സിർക്കോണിയത്തിന്റെ ആറ്റോമിക് നമ്പർ 40 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നതിന് സിർക്കോണിയ ആറ്റോമിക് മാസ് എത്ര വരുന്നത്? ആറ്റോമിക് നമ്പർ 40 ആണ് വരുന്നത്. ആറ്റോമിക് മാസ് SR SR അല്ല, ZR സിർക്കോണിയത്തിന്റെ സിമ്പൽ വരുന്നത് 40 വരും. ദെൻ എന്നാ 91.22 ആണ് വരുന്നത്. 91.22 ആണ് വരുന്നത്. 22 ഗ്രാം പെർ മോൾ ആണ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് കാറ്റയോൺ ഏതാ വരുന്നത്? ഇതിനകത്തൊരു കാറ്റയോൺ ഏതാ വരുന്നത്? അമോണിയം ഉണ്ട്, അയഡൈഡ് ഉണ്ട്, ഫ്ലൂറൈഡ് ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും വരുന്നത്? കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? കാറ്റയോൺ എന്ന് പറഞ്ഞാൽ അയോൺ വിത്ത് പോസിറ്റീവ് ഇലക്ട്രിക് ചാർജ് ആയിരിക്കും അല്ലേ? പോസിറ്റീവ് ഇലക്ട്രിക് ചാർജ് ഉള്ളതിനെയാണ് നമ്മൾ കാറ്റയോൺസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇലക്ട്രിക് ചാർജ് ഉള്ളതിനെ നമ്മൾ ആനയോൺസ് എന്ന് പറയും.
ഫ്ലൂറൈഡ് ക്ലോറൈഡ് ഒക്കെ ഏതാ വരുന്നത്? ഹാലജൻ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇതിനെല്ലാത്തിനും തന്നെ മൈനസ് ചാർജ് ആയിരിക്കും വരുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, അയഡിൻ മൂന്നെണ്ണം ഏതാ വരുന്നത്? മൈനസ് ചാർജാ വരുന്നത്. ഓക്കെ, മൈനസ് ഇതാണ് വരുന്നത്, ആനിയോൺസ് ആണ് വരുന്നത്. അപ്പൊ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്. അത് വരുന്ന ഏതായിരിക്കും? അമോണിയമാണ് വരുന്നത്. ദെൻ അടുത്തത് പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിച്ചിയം. ഇത് ഏതിന്റെ ഐസോട്ടോപ്പാണ്? ഞാനിപ്പോ പറഞ്ഞായിരുന്നു ഏതിന്റെയാണ് വരുന്നത്. ഏതിന്റെ ഐസോട്ടോപ്പാണ്? ഹൈഡ്രജന്റെ ആണ് അല്ലെ? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് വരുന്നത്. കോൺസ്റ്റാറ്റനൻ ഈസ് ആൻ അലോയി ഓഫ് ഏതിന്റെയൊക്കെയാണ്? കോപ്പർ നിക്കൽ അലോയി ആണ് വരുന്നത്. ഇലക്ട്രിക് വർക്കിന് യൂസ് ചെയ്യുന്ന, കാരണം ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വർക്കിന് യൂസ് ചെയ്യുന്നതാണ്. കോപ്പർ നിക്കൽ അലോയി ആണ് വരുന്നത്. കോപ്പർ നിക്കൽ അലോയി ആണ് വരുന്നത്. കോപ്പർ നിക്കർ അലോയി ആണ് വരുന്നത്. കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ എത്ര വരുന്നത്? കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ എത്ര വരുന്നത്? കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ 29 വരും. 29 ആണ് വരുന്നത്. ആറ്റോമിക് മാസ് എത്രയാണെന്നറിയാവോ? 63.54 വരുന്നത് കേട്ടോ. 63.54 ആണ് വരുന്നത്. ദെൻ തെർമോമീറ്റേഴ്സിൽ മെർക്കുറിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാ? മെർക്കുറി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ തെർമോമീറ്റേഴ്സ്. ഏതായിരിക്കും? ഗാലിൻസ്റ്റാൻ ആണ്. ഗാലിൻസ്റ്റാൻ ആണ് വരുന്നത്. ഗാലിൻസ്റ്റാൻ എന്ന് പറഞ്ഞാൽ ഒരു അലോയിയ. ഏതെത്തിൻ്റെയൊക്കെ? ഗാലിയം, ഇൻഡിയം, ടിന്ന്, ഇതിന്റെ ഒരു അലോയിയാണ് ഗാലിൻസ്റ്റാൻ എന്ന് പറയുന്നത്. ഇതായിരിക്കും മെർക്കുറിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത്. റയറസ്റ്റ് എലമെന്റ് ഏതാ? റയറസ്റ്റ് എലമെന്റ് ഏതാ? റയറസ്റ്റ് എലമെന്റ് ഏതാ വരുന്നത്? എർത്തിലെ തന്നെ റയറസ്റ്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? അസ്റ്റാറ്റിനാണ്. അസ്റ്റാറ്റിന്റെ സിമ്പൽ 80 ആണ് വരുന്നത്. ആറ്റോമിക് നമ്പർ 85 ആണ് പറയുന്നത്. നാച്ചുറലി ഒക്വറിങ് എലമെന്റ്, എർത്ത് ക്രിസ്റ്റിൽ വരുന്ന നാച്ചുറലി ഒക്കർ ചെയ്യുന്ന എലമെന്റ്സിൽ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? അസ്റ്റാറ്റിൻ ആണ് വരുന്നത്. അയഡൈസ്ഡ് സോൾട്ട്, അതിന്റെ ബെനിഫിഷ്യൽ എന്തിന് ബെനിഫിഷ്യൽ ആയിരിക്കും? പറഞ്ഞേ. ഇതെന്നാ ചെയ്യുന്നത്? മെയിൻ ആയിട്ടും തൈറോയിഡ് ഫങ്ഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. എന്തിനാ സഹായിക്കുന്ന? തൈറോയിഡ് ഫങ്ഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞ എന്തുവാ സാധനം വരുന്നത്? അയഡിൻ ഡെഫിഷ്യൻസിയെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അയഡിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ട് ഉണ്ടാകുന്ന ഏതാ വരുന്നത്? ഗോയിറ്റർ, തൈറോ ഗോയിറ്റർ തൈറോയിഡിന്റെ അയഡിൻ ഡെഫിഷ്യൻസിയും കൊണ്ട് ഉണ്ടാകുന്നല്ലേ തൈറോയിഡ്. അപ്പം അതിന് തൈറോയിഡ് ഫങ്ഷന് സഹായിക്കുന്നതാണ് ഏത്? അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറയുന്നത്. അയഡൈസ്ഡ് സാൾട്ട് എന്ന് പറഞ്ഞാൽ എന്നാ? റിഫൈൻഡ് ആയിട്ടുള്ള ടേബിൾ സോൾട്ട് ആയിരിക്കും കേട്ടോ. ടേബിൾ സോൾട്ട് ആണ്, റിഫൈൻഡ് ആയിരിക്കും. അതിനകത്ത് എക്സ്ട്രാ ആഡഡ് അയഡിൻ കാണും. അപ്പൊ ഈ എക്സ്ട്രാ ആഡഡ് അയഡിൻ എന്നായിരിക്കും? അയഡിൻ ഡെഫിഷ്യൻസിയെ പ്രിവെന്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ തൈറോയിഡ് പ്രോബ്ലംസ് എല്ലാം തന്നെ പ്രിവെന്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. കാർബൺ ഈസ് എ നോൺ മെറ്റൽ. എന്നാ? ഏത് വാലന്റ് ആയിരിക്കും? കാർബന്റെ വാലൻസി എത്ര? 4 ആണല്ലേ. ടെട്രാ വാലന്റ് ആണ് വരുന്നത്.
ടെട്രാ വാലന്റ് ആണ് വരുന്നത്. കാർബണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്. അത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. കോവലന്റ് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം ടെട്രാ വാലന്റ് ആയിരിക്കും. 4 കൂടെ വേണം. വാലൻസി അവിടെ എത്ര ആയിരിക്കും വേണ്ടത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെയാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. വാലൻസി എന്ന് പറഞ്ഞാൽ അതിനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് എത്ര ഇലക്ട്രോൺസ് വേണോ അതിന്റെ എണ്ണമാണ് വാലൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് റിയാക്ഷനിൽ ഒന്നെങ്കിൽ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഷെയറിങ് വഴി എത്ര ഇലക്ട്രോൺസ് വേണോ അതിനെയാണ് വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ എന്ന് പറയുന്ന ഒരു ടെട്രാവാലന്റ് നോൺ മെറ്റൽ ആണ് വരുന്നത്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ എന്നാ പറയുന്നത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും. മെയിൻ ആയിട്ടും ഹൈഡ്രജനും കാർബണും ആയിരിക്കും വരുന്നത്. എന്നായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. കാർബൺ ആറ്റംസ് തമ്മിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ് സിംഗിൾ ബോണ്ട്? ആൽക്കെയിന്. ഡബിൾ ബോണ്ട് ഏതാ വരുന്നത്? ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻസ് വരും അല്ലേ? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻസ് ആയിരിക്കും വരുന്നത്. ആണോ? കാർബണും ഹൈഡ്രജനും ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ആയിരിക്കും വരുന്നത്. അതിനെയാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ആൽക്കൈൻസ് എന്ന് പറയുന്നത്. ഈഥൈൻ, പ്രൊപ്പൈൻ കേട്ടിട്ടില്ലേ? ആൽക്കീൻ ഡബിൾ ബോണ്ട് ആയിരിക്കും. ആൽക്കൈൻ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? ആൽക്കൈൻസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും വരുന്നത്. ഇനി പ്രിന്റർ ഇങ്കിന്റെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാ? പ്രിന്റർ ഇങ്ക് അതിന്റെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? കാർബൺ ബ്ലാക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാർബൺ ബ്ലാക്ക് യൂസ് ചെയ്യാറുണ്ട്. കാർബൺ ബ്ലാക്ക് ആണ് നമ്മുടെ പ്രിന്റർ ഇങ്ക് മേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഒപ്റ്റെയിൻ ചെയ്യുന്നത് മീഥൈൻ്റെ ഡീകമ്പോസിഷൻ വഴിയാണ് കേട്ടോ. മീഥൈൻ്റെ ഡീകമ്പോസിഷൻ വഴിയാണ് കിട്ടുന്നത്. ഫർണൻസ് പ്രോസസ്സ് വഴിയാണ് കാർബൺ ബ്ലാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെ? നാച്ചുറൽ ഗ്യാസിനെ ബേൺ ചെയ്യിക്കും. അങ്ങനെയാണ് ഫർണൻസ് ഉപയോഗിച്ച് നാച്ചുറൽ ഗ്യാസിനെ ബേൺ ചെയ്യിക്കും. അങ്ങനെയായിരിക്കും കാർബൺ ബ്ലാക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ പ്രിന്റിംഗ് ഇങ്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ഏതായിരിക്കും? മീഥൈൻ ആണ് വരുന്നത്. സ്പേസ് ക്രാഫ്റ്റില് ഫ്യുവലിന്റെ ഫ്രീസിങ്ങിനായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഏതാ? പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഏതാ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഏതായിരിക്കും എന്നറിയാമോ? ഗ്ലൈക്കോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൈക്കോളിന്റെ യൂസേജ് വഴിയാണ് സ്പേസ് ക്രാഫ്റ്റില് ഫ്യൂവൽസിന്റെ ഫ്രീസിങ് തടയുന്നത്. അത് അഡിറ്റീവ് ആണ്. അഡിറ്റീവ് തന്നെ ആയിരിക്കും? വാട്ടർ ബേസ്ഡ് ലിക്വിഡിന്റെ ഫ്രീസിങ് പോയിന്റിനെ ലോവർ ചെയ്യിച്ചിട്ട് ബോയിലിംഗ് പോയിന്റിനെ ഇൻക്രീസ് ചെയ്യിക്കും. ഓക്കെ, അങ്ങനെ തന്നെ ആയിരിക്കും എക്സ്ട്രീം ടെമ്പറേച്ചർ ഷിഫ്റ്റില് ഈ എഞ്ചിന്റെ പെർഫോമൻസിനെ എൻഷുർ ചെയ്യാനായിട്ട് ഗ്ലൈക്കോളിന് പറ്റും. എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റിനെ
ലോവർ ചെയ്യിപ്പിച്ചിട്ട് ബോയിലിംഗ് പോയിന്റിനെ ഇൻക്രീസ് ചെയ്യിക്കും. അതാണ് മെയിൻ ഗ്ലൈക്കോളിന്റെ യൂസ് വരുന്നത്. ലൈറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഏതാ? ഏതാ വരുന്നത്? ഏതാ വരുന്നത്?